യെസ്, ഏഷ്യയിലെ നമ്പർ 1 കൊമേഴ്സ് കോളേജിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറുള്ള SRCC ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ +2 ശേഷം ഡിഗ്രി ഏഷ്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് SRCCയിലാണ്, ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ളത്. BCom ഹോണേഴ്സ് അതുപോലെ തന്നെ BA ഹോണേഴ്സ് എക്കണോമിക്സ് പോലെയുള്ള പ്രോഗ്രാംസ് ആണ് ഈ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു SRCCയിൽ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ വർഷത്തെ മാത്രം പ്ലേസ്മെന്റ് റിപ്പോർട്ടാണ്. നോക്കടാ, കഴിഞ്ഞ വർഷം ഹയസ്റ്റ് പാക്കേജ് ആയിട്ട് ഒരു സ്റ്റുഡന്റിന് കിട്ടിയിട്ടുള്ളത് 36 LPA 36 ലാക്ക് പെർ ആനാണ്. വാർഷിക വരുമാനമായിട്ട് 36 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ ആവറേജ് ശരാശരി പാക്കേജ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് 9.9 LPA, റൗണ്ട് ചെയ്തിട്ട് നമുക്ക് 10 എന്ന് പറയാം. അപ്പൊ 10 ലക്ഷം രൂപയാണ് ശരാശരി ഓരോ വിദ്യാർത്ഥിക്കും കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ സാധാരണ നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ജോബിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റാറില്ല 3-4 വർഷം ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു കോളേജിൽ പഠിക്കുന്നത് വഴി കോർപ്പറേറ്റുകളും ജയന്റ് കോർപ്പറേറ്റ്സും അതുപോലെ തന്നെ ബിഗ് 4 പോലെയുള്ള കമ്പനീസ് ഫേംസ് നമ്മുടെ ക്യാമ്പസിലോട്ട് വന്നിട്ട് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് സ്റ്റുഡൻസിനെ പിക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഹോണസ്റ്റ്ലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ഒരു കോളേജിനെ കുറിച്ചിട്ട് എനിക്കൊരു അവയർനെസ് ഉണ്ടായിട്ടില്ല. എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ പഠിക്കുമായിരുന്ന, അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ക്രാക്ക് ചെയ്യുമായിരുന്ന ഒരു കോളേജ് കൂടിയായിരുന്നു SRCC എന്നുള്ളത്. അപ്പോൾ നിങ്ങളിലോട്ട് ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുക. നിങ്ങൾ ഈ ഒരു പ്ലേസ്മെന്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനു മുമ്പായിട്ട് SRCCനെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് 2026 ഈ വർഷം ആകുമ്പോഴേക്കും 100 വർഷം പിന്നിടുന്ന ഒരു കോളേജും കൂടിയാണ്. കൊമേഴ്സിന് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു കോളേജാണ് ഡൽഹി യൂണിവേഴ്സിറ്റി കണ്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളുടെ എക്സലൻസ് കണക്കാക്കുന്ന ഗവൺമെന്റ് ഒരു സംവിധാനമാണ് NAAC എക്സലൻസ് അല്ലെങ്കിൽ റേറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ A++ ഗ്രേഡ് ആണ് കോളേജിനുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്ത്യ ടുഡേ നമ്പർ 1 കോളേജ് ഓഫ് കൊമേഴ്സ് 2025 ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഇതേ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് ആണ്. അതുപോലെ തന്നെ ഔട്ട്ലുക്ക് മാഗസിൻ നമ്പർ 1 കോളേജ് ഓഫ് കൊമേഴ്സ് ആയിട്ട് 2024 പ്രഖ്യാപിക്കപ്പെട്ടത് ഇതേ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഏഷ്യയിൽ വെച്ച്, ഇന്ത്യയിൽ നിന്നല്ല ഏഷ്യയിൽ വെച്ച് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത്, കൊമേഴ്സ് കോളേജ് എന്ന് പറയുന്നത് SRCC ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഏകദേശം BCom ഹോണേഴ്സിലും BA ഹോണേഴ്സ് എക്കണോമിക്സിലും ആയിട്ട് ഏകദേശം 900 സീറ്റുകളാണുള്ളത്. അപ്പൊ ഏഷ്യയിലെ 900 ബെസ്റ്റ് കൊമേഴ്സ് സ്റ്റുഡൻസിനെ പിക്ക് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി പിക്ക് ഔട്ട് ഓഫ് SRCC കോളേജ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ SRCCയിൽ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ ആണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കുന്ന സമയത്ത് കിട്ടുക. അതായത് കോർപ്പറേറ്റ്സുമായിട്ടുള്ള ഒരുപാട് ടൈഅപ്പുമായിട്ടുള്ള പ്രോഗ്രാംസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കോളേജുകളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ അക്കാഡമിക് എക്സലൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ബ്രെയിൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങളൊപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. റിസർച്ച് ഓറിയന്റഡ് സ്റ്റഡിയാണ്, സ്റ്റുഡൻറ് റൺ ഓർഗനൈസേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ടെക്നിക്കൽ ആൻഡ് സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്, അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനുള്ള ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കോർപ്പറേറ്റ് കോമ്പറ്റീഷൻ, കേസ് സ്റ്റഡീസും കേസ് കോമ്പറ്റീഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഞാൻ പറഞ്ഞു പോവാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയും, അവസാനം വരെ നിങ്ങൾ കാണുക. അപ്പോൾ 2 പ്രധാനപ്പെട്ട കോഴ്സുകളാണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. BCom ഹോണേഴ്സും BA ഹോണേഴ്സ് എക്കണോമിക്സും ആണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ പ്ലേസ്മെന്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്. 520-ലധികം പ്ലേസ്മെന്റ് ആണ് കഴിഞ്ഞ വർഷം മാത്രം ലഭിച്ചത്. ഗ്രോസ് വാല്യൂ, അതായത് ടോട്ടൽ സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആവുന്ന സമയത്ത് അവരുടെ ആനുവൽ സാലറി ആയിട്ട് വന്നിരിക്കുന്നത് 52 crore ആണ്, 52 കോടിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹയസ്റ്റ് പാക്കേജ് നേരത്തെ പറഞ്ഞ 36 ലക്ഷം രൂപ, ആവറേജ് പാക്കേജ് 10 ലക്ഷം രൂപ, അതുപോലെ തന്നെ മീഡിയൻ പാക്കേജ് 7.7 ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 115-ലധികം റിക്രൂട്ടേഴ്സ് ആണ് കഴിഞ്ഞ വർഷം റിക്രൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വെറുതെ ഇന്റേൺഷിപ്പ് ചെയ്യല്ല, എക്സ്പീരിയൻസ് മാത്രം ഗെയിൻ ചെയ്യല്ല, പഠനത്തിനോടൊപ്പം ഇന്റേൺഷിപ്പ് ചെയ്യുകയും ഇന്റേൺഷിപ്പിനൊപ്പം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പൈസ ഇങ്ങോട്ടേക്ക് കിട്ടും. ആ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. 120-ലധികം ഇന്റേൺഷിപ്പ് ഓഫേഴ്സ് ആണ് കഴിഞ്ഞ വർഷം വന്നത്. ഏകദേശം 57.2 ലക്ഷം രൂപയുടെ ടോട്ടൽ ഇന്റേൺഷിപ്പ് എമൗണ്ട് ആണ് ഓരോ ടോട്ടൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കിട്ടിയത്. ഹയസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, എടാ നോക്കടാ, ഒരു മാസത്തോട്ട് ഒരാളുടെ സാലറി അല്ല, ഒരു സ്റ്റുഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള ഹയസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 2,20,000 രൂപയാണ് എന്നുള്ളതാണ്. ലാക്ക് പെർ മന്ത് എന്നുള്ളതാണ് LP എമൗണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആവറേജ് സ്റ്റേറ്റ്മെന്റ് ഓരോ സ്റ്റുഡന്റിനും
ശരാശരി ഓരോ സ്റ്റുഡൻറ്റിനും മിനിമം 45,000 ഏകദേശം 46,000 രൂപേൻ്റെ അടുത്ത് മന്ത്ലി കിട്ടുന്ന രൂപത്തിലാണ് മീഡിയം സ്റ്റൈപ്പൻ്റ് ആയിട്ട് 40,000 രൂപയും കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 30-ലധികം റിക്രൂട്ടേഴ്സാണ് ഇന്റേൺഷിപ്പ് ഓഫർ ചെയ്തതും അവരെ ഇതാക്കിയതും. പിന്നെ ഏതൊക്കെ സെക്ടറുകളിലായിട്ടാണ് പ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ടാക്സ് ആൻഡ് ഓഡിറ്റിൽ പ്ലേസ്മെന്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ FMCG ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൽ പ്ലേസ്മെന്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഗോൾഡ്മാൻ സാക്സ് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ആക്ച്വറീസ് ആൻഡ് ഇൻഷുറൻസ് അതിൽ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. കൺസൾട്ടിങ്ങിന് കിട്ടിയിട്ടുള്ളുണ്ട്. അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, VC ആൻഡ് പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസിൽ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. സ്റ്റാർട്ടപ്പുകളിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇ-കൊമേഴ്സും ക്വിക്ക്-കൊമേഴ്സും പോലെയുള്ള കമ്പനീസിൽ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 15ഓളം വരുന്ന സെക്ടേഴ്സിലാണ് സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നീഷ് ഏതാണോ, നിങ്ങൾക്ക് താല്പര്യം ഏതാണോ, ഏത് മേഖലയിൽ ഷെയിൻ ചെയ്യാനാണോ താല്പര്യം, അത്തരം മേഖലകളിലോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പ്ലേസ്മെന്റ് റിപ്പോർട്ട് എടുക്കുമ്പോൾ ഇൻക്രീസ് ഇൻ ഗ്രോസ് വാല്യൂ, അതായത് മുഴുവൻ സ്റ്റുഡൻസിനും കിട്ടിയിട്ടുള്ള പ്ലേസ്മെന്റ് എമൗണ്ട് നോക്കുമ്പോൾ 19% വർധനമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ആവറേജ് CTC ഓഫ് ടോപ്പ് 10%, അതായത് ഇതിലെ 10% ടോപ്പ് ആയിട്ടുള്ള 10% ആൾക്കാരെ എടുത്ത് നോക്കുന്ന 10% ആൾക്കാരെ എടുത്ത് നോക്കുന്ന സമയത്ത്, പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്ത് നോക്കുന്ന സമയത്ത് അവരുടെ CTC കോസ്റ്റ് ടു കമ്പനി, അതായത് ലാക്ക് പെർ മന്ത്. കോസ്റ്റ് ടു കമ്പനി എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് ഒരു കമ്പനി വഹിക്കുന്ന തുക എത്രയാണോ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ 16% വർധനവുണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ആവറേജ് സ്റ്റേറ്റ്മെന്റ്, ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റിൽ 12.5% വർധനവുണ്ടായി എന്നുള്ളതാണ്. അപ്പം ഇയർലി ഒരുപാട് ഗ്രോത്തുകളും മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് പോസിറ്റീവായിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങളുടെ ചൂസ് ചെയ്യാൻ പോകുന്ന കോഴ്സ്, ഡിഗ്രി കോഴ്സ് BCom ഹോണേഴ്സും അതുപോലെ തന്നെ BA ഹോണേഴ്സ് എക്കണോമിക്സും ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ യു ഗൈസ്. ഇനി നിങ്ങൾ CA എടുക്കാൻ താല്പര്യമുണ്ട് ഇതിനൊപ്പം, അതുപോലെ തന്നെ ACCA ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ FRM അതുപോലെ തന്നെ മറ്റു കോഴ്സുകൾ, പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യാൻ താല്പര്യമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും, അതിലോട്ടും വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ബ്രില്യൻ്റ് ഓഫ് മൈൻഡ്സിൻ്റെ ഒപ്പം ബെസ്റ്റ് മൈൻഡ്സിനൊപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള, പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു കോളേജിൽ പഠിക്കുന്നത് വഴി ലഭിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ആരൊക്കെയാണ് പ്ലേസ്മെന്റിൽ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനീസ്, പ്രൊമിനന്റ് ആയിട്ടുള്ള റിക്രൂട്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. മക്കിൻസി ആൻഡ് കമ്പനി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ B4, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Big 4 PwC, മക്കിൻസി, അതുപോലെ തന്നെ EY, ഏണസ്റ്റ് ആൻഡ് യങ് പോലെയുള്ള കമ്പനീസ് ഉണ്ട്. ബെയിൻ ആൻഡ് കമ്പനി ഉണ്ട്, കേർണി ഉണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് സ്റ്റോൺ, നിങ്ങൾക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ഒരുപാട് കമ്പനീസ്, സ്റ്റാർട്ടപ്പുകളുണ്ട് ഇതിൽ. നിങ്ങൾ നോക്കുക, റാപ്പിഡോ, മീഷോ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ പോലെയുള്ള ടെക് ജയൻസും ഇതിൻ്റെ ഒപ്പം ഉണ്ട്. KPMG ഉണ്ട്, PwC ഉണ്ട്, JSW, സിമെന്റ്സും സ്റ്റീൽസും പെയിന്റ്സ് ഒക്കെ പോലെയുള്ള കമ്പനീസ്. അതുപോലെ തന്നെ അക്സെഞ്ചർ ഉണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ 15ഓളം വെർട്ടിക്കലുകളിൽ ടാക്സ് ആൻഡ് ഓഡിറ്റ്, FMCG ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, ആക്ച്വറീസ് ആൻഡ് ഇൻഷുറൻസ്, കൺസൾട്ടിങ്, VC ആൻഡ് പ്രൈവറ്റ് ഇക്വിറ്റി, സ്റ്റാർട്ടപ്സ് ആൻഡ് ഇ-കൊമേഴ്സ്. അപ്പോൾ ഇത്രയും സെക്ടറുകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അത്തരം സെക്ടറുകളിൽ അടങ്ങിയിട്ടുള്ള ഇത് റിക്രൂട്ടേഴ്സ് നിങ്ങളുടെ ക്യാമ്പസിലോട്ട് വരികയും സ്റ്റുഡൻസിന് പ്ലേസ്മെന്റ് നൽകുകയും അത്തരം കമ്പനീസിൽ വർക്ക് ചെയ്യാനും ആ ഒരു കോർപ്പറേറ്റ് എക്സ്പോഷർ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ക്യാമ്പസുകളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുള്ളത് അതിനുശേഷം ഒരു കോർപ്പറേറ്റ് എൻഗേജ്മെന്റ് റിപ്പോർട്ട് SRCs പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഞാൻ എടുത്ത് കാണിച്ചു തരാം അവസാനമായിട്ട്. നിങ്ങൾ അവസാനം വരെ കാണുന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പം BCom ഹോണേഴ്സ് SRCC ഡൽഹി യൂണിവേഴ്സിറ്റി കണ്ടറിലുള്ള SRCC ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ CUT എക്സാം എഴുതുക എന്നുള്ളതാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. ഇപ്രാവശ്യത്തെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തവരാണ് ഈ വീഡിയോ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അപ്പം BCom ഹോണേഴ്സിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി 2 കോമ്പിനേഷൻ ആണുള്ളത്. ഒന്ന്, എനി വൺ ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A, ഒരു ലാംഗ്വേജും മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സും 2 ഡൊമൈൻ സബ്ജക്റ്റും ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. +2 മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കാനുള്ള നിർബന്ധമാണ്. അതുപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റ് നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കണം എന്നുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്രൈറ്റീരിയ ആണ്. പിന്നെ മറ്റൊരു കോമ്പിനേഷൻ, എനി വൺ ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A, അക്കൗണ്ടൻസി ഓർ ബുക്ക് കീപ്പിംഗ് പ്ലസ് എനി അതർ 2 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B എന്നുള്ളതാണ്.
അതായത് നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസി ആയാലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഒരു ലാംഗ്വേജും അക്കൗണ്ടൻസിയും അതുപോലെ തന്നെ +2 പഠിച്ചിട്ടുള്ള മറ്റ് 2 സബ്ജക്റ്റുകളും ഡൊമൈൻ ആയിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ബികോം ഹോണേഴ്സിന്റെ എലിജിബിലിറ്റി. പിന്നെ അതുപോലെ തന്നെ BA ഹോണേഴ്സ് എക്കണോമിക്സിലോട്ട് വരുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ മാത്സ് പഠിച്ചിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ കൊമേഴ്സ് വിദ്യാർത്ഥികളായിരിക്കും, മാത്സ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്സ് കോമ്പിനേഷൻ ഉള്ളവരായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ തുല്യതാ പരീക്ഷ NIOS വഴി തുല്യതാ പരീക്ഷ എഴുതിയിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനി വൺ ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ് പ്ലസ് എനി 2 അതർ സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B, അതായത് ഡൊമൈനിൽ നിന്ന് 2 സബ്ജക്റ്റും മാത്തമാറ്റിക്സും അതുപോലെ തന്നെ ഒരു ലാംഗ്വേജുമാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് BA ഹോണേഴ്സ് എക്കണോമിക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ബികോം ഹോണേഴ്സിന് എത്ര സീറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ടും കൂട്ടിയിട്ട്, അതായത് ബികോം ഹോണേഴ്സും എക്കണോമിക്സും കൂട്ടിയിട്ട് ടോട്ടൽ 898 സീറ്റുകളാണ് ഉള്ളത്. അപ്പം ബികോം ഹോണേഴ്സിൽ ആകെ 719 സീറ്റാണുള്ളത്. അത് തന്നെ റിസർവേഷൻ കാര്യങ്ങളൊക്കെ ബ്രേക്കപ്പ് ഉണ്ട്. അതിൽ അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറിയിലുള്ള സീറ്റുകൾ 253ഉം OBC നോൺ ക്രിമിലെയർ സീറ്റുകൾ 169ഉം SC കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകൾ 94ഉം ST കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് റിസർവ് ചെയ്തിട്ടുള്ളത് 47ഉം EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ളത് 63ഉം PWD അംഗവൈകല്യമുള്ളവർക്ക് 33 സീറ്റും അതുപോലെ തന്നെ കാശ്മീരി ചിൽഡ്രൻ ഓഫ് വിഡോ ഓഫ് സാധനത്തിന് വരുന്നത് 31ഉം അതുപോലെ തന്നെ കാശ്മീരി മൈഗ്രൻസിന് 31. അങ്ങനെ ടോട്ടൽ 719 സീറ്റുകളാണ് ബികോം ഹോണേഴ്സിനുള്ള. അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് ബികോം ഹോണേഴ്സിനാണ്. BA ഹോണേഴ്സ് എക്കണോമിക്സിന് അത്രയും വരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ BA ഹോണേഴ്സ് എക്കണോമിക്സിലോട്ട് വരുന്ന സമയത്ത് ടോട്ടൽ നമുക്കുള്ളത് 179 സീറ്റുകളാണ്. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 63ഉം അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ OBC NCL 42, SC 23, ST 12, EWS 15, PWD 8, അതുപോലെ തന്നെ CW 8, കാശ്മീരി മൈഗ്രന്റ് 8, അങ്ങനെ ടോട്ടൽ 179 സീറ്റുകളാണ് BA ഹോണേഴ്സ് എക്കണോമിക്സിലുള്ളത് എന്നുള്ളതാണ്. ഇനി കട്ട് ഓഫ് എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒഫീഷ്യൽ സാധനമില്ല. അതായത് ഈ പറയുന്ന SRCCയിൽ ഈ പറയുന്ന BA ഹോണേഴ്സ് എക്കണോമിക്സിനും അതുപോലെ തന്നെ ബികോം ഹോണേഴ്സിനും അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മിനിമം എത്ര മാർക്ക് വേണം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അവസാനമായി ആ കോഴ്സിലോട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇവിടെ നോക്കടാ, BA ഹോണേഴ്സ് ബികോം ഹോണേഴ്സിന് 719ആണ്. അതുപോലെ തന്നെ BA ഹോണേഴ്സ് എക്കണോമിക്സിന് 179 സീറ്റുകളാണുള്ളത്. അപ്പം ആ അവസാനമായിട്ട് ആ കോഴ്സിലോട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ടില്ല. ഇപ്പം BA ഹോണേഴ്സ് എക്കണോമിക്സ് ആണെങ്കിൽ 179ാമത്തെ അവസാനത്തെ ആൾക്ക് എത്ര മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ മിനിമം എത്ര മാർക്ക് വേണം ആ കോഴ്സിലോട്ട് കയറിപ്പറ്റാൻ, അതാണ് കട്ട് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ റൗണ്ട് 1 കട്ട് ഓഫ് എന്ന് പറയുന്നത് റൗണ്ട് 2ഉം കൂടെ ഉണ്ടായിരുന്നു ചില റിസർവേഷൻ അണ്ടറിലായിട്ട്. അപ്പോൾ റൗണ്ട് 1 കട്ട് ഓഫ് വരുന്നത് 1000 മാർക്കാണ് വരുന്നത്. നിങ്ങൾ 4 പേപ്പേഴ്സ് ആണല്ലോ എഴുതേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1000 മാർക്കിലാണ് വരിക. ഒരു പേപ്പർ 250, നിങ്ങൾക്കറിയാം 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു പേപ്പറിൽ ഉണ്ടാവുക. ഒരു ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ 5 മാർക്കാണ്. അപ്പോൾ 50 × 5 250 അപ്പോൾ 4 പേപ്പറാണ് എഴുതുന്നുണ്ടെങ്കിൽ 250 × 4 1000 മാർക്കായിരിക്കും ടോട്ടൽ മാർക്ക്. അപ്പം 1000ൽ കഴിഞ്ഞ വർഷം റൗണ്ട് 1 കട്ട് ഓഫ് അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറിയിൽ ബികോം ഹോണേഴ്സിന് 917.43ഉം OBC NCLന് 849.42, അതുപോലെ തന്നെ SCക്ക് 792.48, അതുപോലെ തന്നെ STക്ക് 747.51, EWS 874.12, അതുപോലെ തന്നെ PWD 726.88 എന്നുള്ളതാണ്. അവിടെ കോമ ഒന്ന് മാറിപ്പോയതാണ്. അതുപോലെ തന്നെ BA ഹോണേഴ്സ് എക്കണോമിക്സിന് 908.99, അതുപോലെ തന്നെ അൺറിസർവ്ഡ് ആണെങ്കിൽ അങ്ങനെ വരുന്നത്. പിന്നെ OBC NCL ആണെങ്കിൽ 802.25, അതുപോലെ തന്നെ SC ആണെന്നുണ്ടെങ്കിൽ 722.74, അതുപോലെ തന്നെ ST ആണെന്നുണ്ടെങ്കിൽ 609.93, അതുപോലെ തന്നെ EWS ആണെന്നുണ്ടെങ്കിൽ 824.30, അതുപോലെ തന്നെ PWD 610.27 എന്നുള്ളതാണ്. അപ്പം ഞാൻ നിങ്ങളുടെ ഇതിൻ്റെ PDF എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കാണുന്ന വാട്സപ്പ് ഹെൽപ്പ് ഡെസ്ക് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. അവിടെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കട്ട് ഓഫിൻ്റെ ഈ ഒരു സാധനങ്ങൾ, ഈ കംപ്ലീറ്റ് PDF ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഞാൻ ഷെയർ ചെയ്ത് തരാം. അതിൽ വിഷയമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഹെൽപ്പ് ഡെസ്കിലും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ റൗണ്ട് 2 കട്ട് ഓഫിൽ വന്നിരിക്കുന്നത് ബികോം ഹോണേഴ്സിന് കഴിഞ്ഞ വർഷം അൺറിസർവ്ഡ് കാറ്റഗറി ജനറൽ മാത്രമാണ് റൗണ്ട് 2 വന്നിട്ടുള്ളത്. അപ്പം അവസാനമായിട്ട് കട്ട് ഓഫ് വന്നിരിക്കുന്നത്
938.72 ആണ്. BA ഹോണേഴ്സ് എക്കണോമിക്സിന് 938.76 ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഈ വർഷം എത്രയായിരിക്കും കട്ട് ഓഫ്, എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ വർഷം അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 917 മാർക്കായിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. ഈ വർഷം 920 മുതൽ 930 വരെ പ്രതീക്ഷിക്കാം. കാര്യം ഇപ്രാവശ്യം റെക്കോർഡ് ബ്രേക്കിംഗ് രജിസ്ട്രേഷൻ ആണ്. 16 ലക്ഷം ആൾക്കാരാണ് എക്സാമിന് അപ്ലൈ ചെയ്തത്. അതിൽ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം 15 ലക്ഷത്തിന്റെ അടുത്ത ആൾക്കാരാണ്. കഴിഞ്ഞ വർഷവും ഡിയുവിൽ ആകെ സീറ്റുകൾ ഉള്ളത് 75,000 പരം സീറ്റുകളാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിൽ ഇതേപോലെ SRCCക്ക് വേണ്ടിയിട്ടാണ്. നല്ല കോമ്പറ്റീഷൻ ആണ്. ക്രീമായിട്ടുള്ള 900 കുട്ടികളുടെ അടുത്ത് 898 പേരെ സെലക്ട് ചെയ്യാനുള്ള ഒരു എൻട്രൻസ് എക്സാം ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ആ രീതിക്ക് നിങ്ങൾ പഠിച്ചു പോകേണ്ടി വരും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1000 മാർക്കിൽ 920 to 930 സ്കോർ ചെയ്യുക. OBC NCL ആണെന്നുണ്ടെങ്കിൽ 849 ആയിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം 855 to 865 ആ റേഞ്ചിൽ വരും. SC ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 792 ആയിരുന്നു. ഇപ്രാവശ്യം 800 to 810 വരും. ST ആണെന്നുണ്ടെങ്കിൽ 747, ഇപ്രാവശ്യം 750 to 760 വരും. EWS ആണ് 874, ഇപ്രാവശ്യം 880 to 890. പിന്നെ അതുപോലെ PWD ആണെന്നുണ്ടെങ്കിൽ 727 ആയിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്രാവശ്യം 730 to 740. ഇത് ഫൈനൽ അല്ല കേട്ടോ. കട്ട് ഓഫ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. എക്സാം ടഫ് ആണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് കുറയും. എക്സാം ഈസി ആണെന്നുണ്ടെങ്കിൽ എന്താവും, കട്ട് ഓഫ് കൂടും എന്നുള്ളതാണ്. ഈ ഡൊമൈൻ ഭാഗങ്ങൾ ടഫായി കഴിഞ്ഞാലും ഈസി ആയി കഴിഞ്ഞാലും മാർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്തായാലും ഉണ്ടാവും. കാര്യം ഡൊമൈൻ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ +2 NCERT ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അതപ്പോൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക്, ലൈൻ ബൈ ലൈൻ വേർഡ് ബൈ വേർഡ് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യും. ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ലാംഗ്വേജിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രശ്നങ്ങൾ വരിക. അപ്പം ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾ ആ ഒരു കോമ്പറ്റീഷൻ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ പഠിച്ചു പോകുക എന്നുള്ളതാണ്. പിന്നെ റിക്രൂട്ട്മെന്റ് സ്റ്റേജ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 36 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം എന്ത് ചെയ്തത്, വാർഷിക വരുമാനമായിട്ട് നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് 36 ലക്ഷം രൂപ സാലറി ലഭിക്കുന്ന ഒരു ജോലിയിലോട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ റിക്രൂട്ട്മെന്റ് ഒരു പ്രൊസീജിയർ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ആദ്യം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫോം ഫില്ലിംഗ് ആണ്. നിങ്ങൾ പ്ലേസ്മെന്റിനോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിനോ വേണ്ടി നിങ്ങൾ പ്ലേസ്മെന്റ് സെല്ല് വഴി ഫോം ഫില്ല് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കോർഡിനേറ്റർ, കമ്പനി കോർഡിനേറ്റർ അസൈൻഡ് ബൈ ദി പ്ലേസ്മെന്റ് സെൽ ഹു ക്രിയേറ്റ്സ് ടു ദി റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫോർ ദി കമ്പനി. ഓരോ കമ്പനിക്കും ഓരോ കമ്പനി കോർഡിനേറ്റർ ഉണ്ടാവും പ്ലേസ്മെന്റ് സെല്ലിൽ. അപ്പം അവർ വഴിയായിരിക്കും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പിന്നെ റിക്രൂട്ട്മെന്റ് അടക്കും. പിന്നെ ഫൈനൽ ഓഫർ ലെറ്റർ അല്ലെങ്കിൽ ജോബിന്റെ ഓഫർ ലെറ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഇനി ഈ പ്ലേസ്മെന്റ് ഒക്കെ കിട്ടിയിട്ടും ഹയർ എഡ്യൂക്കേഷനിലോട്ട് MBA ചെയ്യാനും അതുപോലെ തന്നെ മറ്റു PhDയിലോട്ടും അല്ലെങ്കിൽ PGയിലോട്ടും പോകുന്ന സ്റ്റുഡൻസ് ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷനാണ് പ്ലേസ്മെന്റ് വേണോ വേണ്ടയോ, അല്ല പെട്ടെന്ന് പ്ലേസ്ഡ് ആവണോ എന്നുള്ളത്. ദാറ്റ് ഈസ് അപ് ടു യു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ SRCCയിൽ ഒരുപാട് സൊസൈറ്റി ഉണ്ട്. അക്കാഡമിക് സൊസൈറ്റീസ് ഒരുപാടുണ്ട്. അതിൻ്റെ പേരുകളൊന്നും ഞാനൊന്ന് ചൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കൾച്ചറൽ സൊസൈറ്റീസ് ഉണ്ട്. സോഷ്യൽ സർവീസ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് സൊസൈറ്റീസ് നിങ്ങൾക്ക് SRCC ഇതിൻ്റെയൊക്കെ ഭാഗമാവാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കൊളാബറേഷൻസ് SRCC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, ഹവാർഡ്, US ഇന്ത്യ ഇനീഷ്യേറ്റീവ് എന്നുള്ള അണ്ടറിൽ കൊളാബറേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ യുണൈറ്റഡ് നാഷൻസ്, UN, SB ജെയിൻ സ്കൂൾ ഓഫ് ഗ്ലോബൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ബ്രിക്സിന്റെ അണ്ടറിലുള്ളത്, അതുപോലെ തന്നെ ദ വേൾഡ് ബാങ്ക്, കിങ് കോളേജ് ലണ്ടൻ, മെൽബൺ ബിസിനസ് സ്കൂൾ, അതുപോലെ തന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റി, അതുപോലെ ദി യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ, മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി ദുബായ്, ഇവയുമായിട്ടൊക്കെ NYU യൂണിവേഴ്സിറ്റി വഴിയായിട്ടൊക്കെ SRCC കോളേജിന് ഇന്റർനാഷണൽ കൊളാബറേഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ കൊളാബറേഷൻസ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ അക്സെപ്റ്റൻസ് ഉള്ളത് കൊണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് അവിടേക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പോകാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ ക്യാമ്പസിൽ നടക്കാറുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സെം നിങ്ങൾക്ക് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത്തരം ഇന്റർനാഷണൽ എക്സ്പോഷർ കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലഭിക്കുക എന്നുള്ളതാണ്. ഹയർ എഡ്യൂക്കേഷൻ അക്സെപ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് ശേഷം
സാധാരണയായിട്ട് സ്റ്റുഡൻസ് ഇത്തരം കോളേജസിലൊക്കെയാണ് ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ്, പ്ലേസ്മെൻറ്റ് നോക്കുന്നില്ല, അങ്ങനെ ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടാണ് പ്ലേസ്മെൻറ്റ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരം കോളേജസിലൊക്കെ ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്, സാധാരണ കിട്ടാറുണ്ട് എന്നുള്ളതാണ്. IIM അഹമ്മദാബാദ് ഉണ്ട്, ഹവാർഡ് ബിസിനസ് സ്കൂൾ ഉണ്ട്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, IIM കൽക്കട്ട ഉണ്ട്, MIT മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ട്, അതുപോലെ തന്നെ യെയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ HEC പാരീസ് ഉണ്ട്, വിക്ടോറിയ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ചിക്കാഗോ യൂണിവേഴ്സിറ്റി ഉണ്ട്, IIM ബാംഗ്ലൂർ ഉണ്ട്, ലണ്ടൻ ബിസിനസ് സ്കൂൾ ഉണ്ട്, അതുപോലെ തന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡും ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് അവിടേക്ക് കിട്ടാറുണ്ട്, സ്റ്റുഡൻസ് പഠിക്കാറുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കോർപ്പറേറ്റ് കോമ്പറ്റീഷനുകളുടെ ഭാഗമാവാം, കോർപ്പറേറ്റ് എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ BCG നടത്തുന്ന ഇത് നാഷണൽ വിന്നേഴ്സ് ബ്രൂസ് ഹാൻഡേഴ്സൺ ഐഡിയത്തോൺ, ഇതിൽ അവിടെയുള്ള സ്റ്റുഡൻസ് വിൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നാഷണൽ വിന്നേഴ്സ് ZS ക്യാമ്പസ് ബീച്ചിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഏണസ്റ്റ് ആൻഡ് യങ് നടത്തുന്ന നാഷണൽ വിന്നേഴ്സ് EY കാഫ്റ്റ കേസ് ചാമ്പ്യൻഷിപ്പ്, നാഷണൽ റണ്ണർ അപ്പ് കേസ് ക്വസ്റ്റ്, അതുപോലെ തന്നെ സെക്കൻഡ് നാഷണൽ റണ്ണേഴ്സ് അപ്പ് HSBC HKU ഏഷ്യ പസഫിക് ബിസിനസ് കേസ് കോമ്പറ്റീഷൻ, നാഷണൽ ഫൈനലിസ്റ്റ് ബ്രെയിൻ വാർസ്, അതുപോലെ തന്നെ ബെയിൻ ആൻഡ് കമ്പനി നടത്തുന്നതാണ്, ഡിലോയിറ്റ് അക്സെഞ്ചർ നടത്തുന്ന ഈ കോർപ്പറേറ്റ് കോമ്പറ്റീഷൻസിലൊക്കെ സ്റ്റുഡൻസ് വിൻ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. എടാ, എന്താണ് കേസ് കോമ്പറ്റീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേസ് കോമ്പറ്റീഷൻ ഈസ് നത്തിങ് ബട്ട്, അതായത് ഒരു കമ്പനി ഇൻ റിയൽ വേൾഡ് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും കമ്പനീസ് ചിലപ്പം ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, HR ബന്ധപ്പെട്ടതായിരിക്കാം, മാർക്കറ്റിങ്ങും സെയിൽസും ഓപ്പറേഷനും സ്ട്രാറ്റജിയും മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, എന്തെങ്കിലും റിയൽ ഇൻഡസ്ട്രി പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് നിങ്ങളുടെ മുമ്പിലോട്ട് എറിഞ്ഞു തരും. അപ്പം യു ഹാവ് ടു ബ്രിങ് സൊല്യൂഷൻസ്. അപ്പം നിങ്ങൾ PPTയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ജഡ്ജസിന് മുമ്പിലായിട്ട് പ്രസന്റ് ചെയ്യണം, അതിൻ്റെ സൊല്യൂഷൻസ് കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിനെ തുടർന്ന് Q&A സെഷൻസ് കാര്യങ്ങളുണ്ടാവും. അങ്ങനെ മാനേജ്മെന്റ് കോമ്പറ്റീഷൻസും അതുപോലെ തന്നെ കോർപ്പറേറ്റ് കോമ്പറ്റീഷൻസും നിങ്ങൾക്ക് പങ്കെടുക്കാം എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് കോർപ്പറേറ്റിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെന്നുള്ള ഒരു സംഗതിയാണ് കോർപ്പറേറ്റ് മാൻഡേറ്റ് എന്ന് പറയും. അതായത് സാധാരണ കോർപ്പറേറ്റിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാന്നുള്ളത് എപ്പോഴും ചിലപ്പം പ്രോബ്ലംസ് ഉണ്ടാവും, അപ്പം അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു വേർഡാണ് കോർപ്പറേറ്റ് മാൻഡേറ്റ് എന്നുള്ളത്. യു ഹാവ് ടു ബ്രിങ് സൊല്യൂഷൻ, യു വിൽ ബി ഓൺലി ഗിവിങ് എ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, യു ഹാവ് ടു ബ്രിങ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. അപ്പം അത്തരം കോർപ്പറേറ്റ് എക്സ്പോഷറുകളും കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ലഭിക്കും എന്നുള്ളതാണ്. എടാ, നിങ്ങൾ വിചാരിക്കും ഞാൻ ACCക്ക് പോവാണ്, ഇപ്പൊ സ്കോപ്പ് ACC ഒക്കെ ആണ്, അല്ലെങ്കിൽ ഞാൻ CA എടുത്തിട്ട് പോവാണ്. നിങ്ങൾക്ക് CA എടുക്കാം, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതായത് കോളേജ് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് BCom ഹോണേഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ എക്കണോമിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ACCA അതുപോലെ തന്നെ CA പോലെയുള്ള അല്ലെങ്കിൽ CFA പോലെയുള്ള FRM പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ നിങ്ങൾക്ക് അതിനോടൊപ്പം പഠിച്ചു പോവാം. കോളേജിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ലൈബ്രറി സംവിധാനം അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ കോളേജിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് മെൻറ്റർഷിപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് അതേ സമയത്ത്, അതായത് SRCCൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയുള്ള സ്റ്റുഡൻസ് BCom ഹോണേഴ്സ് സിലബസ് മാത്രം പഠിച്ചു പോകുന്ന ആൾക്കാരല്ല, അതിനൊപ്പം തന്നെ ചിലപ്പം CA യു വിൽ കം അപ്പ് എവറി ഡേ, യു വേക്കപ്പ് യു വിൽ കം അപ്പ് വിത്ത് എ ഹാപ്പി ന്യൂസ്. അതായത് ആരെങ്കിലും പ്ലേസ്ഡ് ആയിട്ടുണ്ട് MNCയിൽ എന്നുള്ള ഒരു വാർത്ത കേട്ടിട്ടായിരിക്കും നിങ്ങൾ രാവിലെ എണീക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ എണീക്കുന്നത് ആരെങ്കിലും ACCA കംപ്ലീറ്റ് ചെയ്തു എന്നായിരിക്കാം, അല്ലെങ്കിൽ CA ഫൈനൽ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതായിരിക്കാം. അങ്ങനെ എവറി ഡേ നിങ്ങൾ എന്തെങ്കിലും ഒരു ഹാപ്പി ന്യൂസ് നിങ്ങൾ ഈ ഒരു കോളേജിൽ കേൾക്കുന്നുള്ളതാണ്. അപ്പം ഈ BCom എക്കണോമിക്സും പഠിക്കുന്ന സമയത്ത് തന്നെ ACCA കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് അഥവാ കോച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഇതുപോലെ തന്നെ പ്ലേസ്മെന്റ് സെല്ലും കാര്യമായിട്ട് തന്നെ ഇതിനെ നിങ്ങൾ ACCA CA അതുപോലെ തന്നെ CFA FRM പോലെയുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നവർക്ക് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഡുവൽ അഡ്വാൻറ്റേജ് ആണ്. ഒന്ന്, നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ BCom ഹോണേഴ്സ് നിങ്ങൾക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലുള്ള പ്രൊഫഷണൽ കോഴ്സും കൂടെ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് കിട്ടുകയാണ്. സാധാരണ കഴിഞ്ഞ വർഷം ഏണസ്റ്റ് ആൻഡ് യങ് പോലെയുള്ള ഇത് ബിഗ് ഫോറിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവർ BCom റെഗുലർ ആയിട്ട് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. അവർക്കായിരിക്കും ഒന്നുകൂടെ കോർപ്പറേറ്റ് എക്സ്പോഷറും കൂടുതൽ കാര്യങ്ങളും പ്രാക്ടിക്കലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പം ഇതിൻ്റെ സ്വാഭാവികമായിട്ട് കൂടുതൽ പേര് ACCA കാര്യങ്ങളൊക്കെ ഇത് പ്രിഫർ ചെയ്യുന്ന സമയത്ത്, സപ്ലൈ കൂടുന്ന സമയത്ത് ഡിമാൻഡ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫിൽറ്റേർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഇതുപോലെയുള്ള കോർപ്പറേറ്റുകൾക്ക്
സെലക്ട് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ CA വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആർട്ടിക്കിൾഷിപ്പ് എന്നുള്ളത്. നിർബന്ധമായിട്ടും CA പാസ്സായതിനു ശേഷം 2 വർഷം ആർട്ടിക്കിൾഷിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതേ കോളേജിൽ നിങ്ങൾ CA പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഫൈനൽ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോളേജിൽ വന്നിട്ട് ഈ പറയുന്ന ഡിലോയിറ്റും EYയും KPMGയും BWSയും BDAയും അതുപോലെ തന്നെ ഗ്രാൻഡ് തോർണോണും പ്രൊറ്റിവിറ്റിയും അതുപോലെ തന്നെ ബ്രഹ്മയ്യ ആൻഡ് കോ ഇതുപോലെയുള്ള കമ്പനീസ് എന്ത് ചെയ്യും, നിങ്ങളെ ടാക്സേഷൻ, ഓഡിറ്റിംഗ്, അതുപോലെ തന്നെ കമ്പനിയിലോ അതുപോലെ അക്കൗണ്ടിങ് പോലെയുള്ള കാര്യങ്ങളിൽ പ്രാക്ടിക്കൽ ഒരു നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾഷിപ്പിന് വേണ്ടിയിട്ട് ക്യാമ്പസിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സിന്, അംഗവൈകല്യമുള്ള സ്റ്റുഡൻസിനെ പ്രത്യേകമായിട്ടാണ് യൂണിവേഴ്സിറ്റി പരിഗണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റും ക്യാമ്പസിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. PWDക്കാർക്ക്, അതായത് അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് ആകെ ഫീസ് വരുന്നത് 100 രൂപയാണെന്നുള്ളതാണ് വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു കോർപ്പറേറ്റ് കൾച്ചർ മാത്രമല്ല പഠിക്കുന്നത്, എങ്ങനെയാണ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നമ്മൾ പെരുമാറേണ്ടത്, അത്തരം കാര്യങ്ങൾ കൂടെ വാല്യൂസും കൂടെ ഈ കോളേജുകളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ മോട്ടിവേഷൻ ഈസ് ഓവർ റേറ്റഡ്, എൻവയോൺമെന്റ് മാറ്റേഴ്സ്. അതായത് ഈ പറയുന്ന 900 വിദ്യാർത്ഥികളും കോമ്പീറ്റ് ചെയ്യുന്നത് ലക്ഷ്യം എന്ന് പറയുന്നത് ഒറ്റ ഫോക്കസ് ആണ്, മാനേജ്മെന്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ തിളങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ ഡയറക്ട്ലി കോമ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ സാധാരണ മറ്റൊരു കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ പല ഡിഗ്രി കോഴ്സുകൾ കാര്യങ്ങളുണ്ടാവും, അതിലൊന്നു മാത്രമായിരിക്കും BComഉം എക്കണോമിക്സും പോലുള്ള പ്രോഗ്രാം എന്ന്. പക്ഷേ ഇവിടെ 2 പ്രോഗ്രാമുകളേ ഉള്ളൂ, BCom ഹോണേഴ്സും എക്കണോമിക്സും ആണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഇതേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഒരു B സ്കൂൾ അറ്റ്മോസ്ഫിയർ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കരിയർ ഇനീഷ്യേറ്റീവ് ക്ലബ്ബുകളുണ്ട്, ഇമ്പാക്ട് ക്ലബ്ബുകളുണ്ട്, കൺസൾട്ടിങ് ക്ലബ്ബുകളുണ്ട്. കൺസൾട്ടിങ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, കമ്പനീസ് ഫേസ് ചെയ്യുന്ന ഇതേപോലെ HR-ലും ഫൈനാൻസിലും മാനേജ്മെന്റിലും അതുപോലെ മാർക്കറ്റിങ്ങിലും സെയിൽസിലൊക്കെ ഓപ്പറേഷനിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അവർക്ക് കൺസൾട്ട് ചെയ്യാം, അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വേണ്ടുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് തന്നെ നമ്മൾ ഇടപെട്ടുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് കൺസൾട്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൺസൾട്ടിങ് പഠിക്കാനുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലബ്ബുണ്ട്. ഓൺട്രപ്രണർഷിപ്പ്, സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ യു ഹാവ് ടു പ്രൊഫഷണലി ഗെയിൻ എ നോളജ് ഓൺ ദാറ്റ്, അല്ലെങ്കിൽ യു ഹാവ് ടു ബിൽഡ് എ കപ്പാസിറ്റി. ആ നോളജ് ഉണ്ടെങ്കിലേ നിങ്ങളുടെ ആ ഒരു സ്കിൽ സെറ്റും നിങ്ങളുടെ അതുപോലെ തന്നെ ആ ഒരു നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലെവലിലോട്ടുള്ള സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് ക്ലബ്ബ് നിങ്ങൾ അതിന് സഹായിക്കും. അതുപോലെ ഫൈനാൻസിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഫൈനാൻസ് ക്ലബ്ബ് ഉണ്ട്, ഹയർ എഡ്യൂക്കേഷൻ ക്ലബ്ബ് ഉണ്ട്, പിന്നെ മാർക്കറ്റിംഗ് ക്ലബ്ബ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഈ കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചർ നിങ്ങൾ നോക്കി നോക്കടാ. നിങ്ങൾ സാധാരണ ഒരു കോളേജിൽ പഠിക്കുന്ന ഇതും അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജിലെയും ഫീസ് സ്ട്രക്ചർ ഒന്ന് നോക്ക്. BCom ഹോണേഴ്സിന് ഒരു സെമസ്റ്ററിനോട് നിങ്ങൾക്ക് വരുന്നത് 15,000 രൂപേൻ്റെ അടുത്താണ്. BA ഹോണേഴ്സ് എക്കണോമിക്സിനും സെയിം ആണ്. SC ST ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100 രൂപ കുറവാണുള്ളത്. അതുപോലെ PWD കാൻഡിഡേറ്റ്സ് 75 രൂപ, ഇപ്പോൾ അത് 100 രൂപ എന്തോ ആയിട്ടുണ്ട്. ആ ഒരു വ്യത്യാസമാണ്. ഫോറിൻ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, എക്സെപ്റ്റ് ടിബറ്റ് ആണെന്നുണ്ടെങ്കിൽ 30,000 രൂപ. പിന്നെ അതുപോലെ വാർഡ് ഓഫ് കോട്ട് ഓഫ് കാശ്മീരി മൈഗ്രൻസ് അവർക്ക് 15,000 രൂപയാണ് വരുന്നത്. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഏറ്റവും ബെസ്റ്റ് കോളേജ് നിങ്ങൾക്ക് പഠിച്ചിറങ്ങുക എന്നുള്ളതാണ് SRCസിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലൊക്കെ ഉണ്ടാകുമ്പോൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. യൂട്യൂബിൽ 10 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഇന്നലെ ഇത് എടുത്തു നോക്കി. ആക്ച്വലി സുന്ദർ പിച്ചൈ, ഗൂഗിളിൻ്റെ CEO ആയിട്ടുള്ള സുന്ദർ പിച്ചൈ, ഇന്ത്യൻ ക്രിക്കറ്റർ കമാൻഡർ ആയിട്ടുള്ള അദ്ദേഹമായിട്ട് നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. ഞാൻ ആദ്യം വിചാരിച്ചത് IIT ഖരഗ്പൂരിൽ അദ്ദേഹം പഠിച്ചിട്ടുള്ള IITയിലായിരിക്കും ഈ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ എടുത്തു നോക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലായത്, അതായത് ഇത് SRCസിയിലുള്ള സ്റ്റുഡൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആയിരുന്നു, അവിടെയുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു എന്നുള്ളത്. ഇതുപോലെ തന്നെ അംബാനിയും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സും ഒരുപാട് കോർപ്പറേറ്റ്സിലുള്ള ആൾക്കാരും വന്നിട്ട് ഉള്ള ടോക്സും സെഷൻസും നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു അലുമിനി നെറ്റ്വർക്ക് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫോർമർ മിനിസ്റ്റർ ഓഫ് ഫൈനാൻസ്, മുമ്പത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി ഈ കോളേജിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യ TVൻ്റെ ചെയർമാൻ രാജിത് ശർമ്മ, അതുപോലെ തന്നെ കുറച്ച് പേരുടെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. റോക്ക് ഫെല്ലർ ക്യാപിറ്റൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ഗ്രൂപ്പാണ്, അതിൻ്റെ ഹെഡായിരുന്നു
റുചിർ ശർമ്മ, അതുപോലെ തന്നെ ഗുൽഷാൻ റിനോൺഡ് ആയിട്ടുള്ള ആക്ടർ ആയിരുന്നു. പിന്നെ മലാവിന്റെ ഫോർമർ പ്രസിഡന്റ് ആയിട്ടുള്ള ബിൻഗുവ മുത്താർ ഇക്ക എന്ന് പറയുന്ന ആൾ, അതുപോലെ തന്നെ അർജുന അവാർഡ് നേടിയിട്ടുള്ള ആള്, അതുപോലെ ഇത് ഡുച്ചെ ബാങ്കിന്റെ CEO ആയിട്ടുള്ള ആള്, അതുപോലെ തന്നെ ഹാവൽസ് ഇന്ത്യ, നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടുപരിചിതമായിരിക്കും. അതിന്റെ ചെയർമാൻ ഇവിടെ അനിൽ രായ് ഗുപ്ത ഇവിടെയായിരുന്നു, പ്രമോദ് ബാസിൻ ഇവിടെയായിരുന്നു, അതുപോലെ തന്നെ സഞ്ജീവ് സന്യാൽ എക്കണോമിക് അഡ്വൈസറി ബോർഡിന്റെ ഇതായിരുന്നു. പിന്നെ പ്രമോദ് ബാസിൻ ഫോർമർ CEO ജെൻപാക്ടിന്റെ ഫോർമർ CEO ആയിരുന്നു. ജഗദീഷ് മുഖി ഫോർമർ ഗവർണർ ഓഫ് ആസാം. പിന്നെ അതുപോലെ തന്നെ റിനോൾഡ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ ഷെയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ നോക്കുക, കോർപ്പറേറ്റിൽ ഉണ്ടായിരുന്ന ഫൗണ്ടർ ചെയർമാൻ ഓഫ് മാക്സ് ഇന്ത്യ ഫൗണ്ടർ ലിയു കളക്ഷൻ, അതുപോലെ തന്നെ വിപ്രോന്റെ ഫോർമർ ചീഫ് ലേണിംഗ് ഓഫീസർ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹാവൽസിൻ്റെ, പിന്നെ ലോയിഡിന്റെ പഞ്ച് ലോയിഡിന്റെ ചെയർമാൻ ആയിരുന്ന ആള് ഇവിടുത്തെ അലുമിനിയാണ്, ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളാണ്. ട്വിറ്ററിന്റെ ഫോർമർ ഹെഡ് ഓഫ് ട്വിറ്റർ ഇന്ത്യ ആൻഡ് അതുപോലെ തന്നെ ഡിജിറ്റൽ ഓഫ് നെറ്റ്വർക്ക് 18 മനീഷ് മഹേശ്വരി എന്ന് പറയുന്ന ആള്, അതുപോലെ തന്നെ ജെൻപാക്ടിന്റെ മുമ്പത്തെ CEO, ഏണസ്റ്റ് ആൻഡ് യങ് ഗ്ലോബൽ ഗ്രോത്ത് മാർക്കറ്റ് കൗൺസിലിന്റെ റീജിയണൽ മാനേജിംഗ് പാർട്ണർ ഓഫ് EY ഇന്ത്യ, അയാൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളാണ്. നേരത്തെ പറഞ്ഞ റോക്ക് ഫെല്ലർ, യുണൈറ്റഡ് സ്പിരിറ്റ്സിൻ്റെത്. പിന്നെ ബ്യൂറോക്രസിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ UPSCന്റെ ഫോർമർ കമ്മീഷണർ, ഫോർമർ മെമ്പർ, അതുപോലെ തന്നെ ഡൽഹി പോലീസിന്റെ ഫോർമർ കമ്മീഷണർ ആയിട്ടുള്ള ഭീംസെൻ ബസ്സി, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ, ബ്യൂറോക്രസിയിലുള്ള ആൾക്കാർ, ഫാഷൻ മേഖലയിലുള്ള ആൾക്കാർ, പൊളിറ്റിക്സിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ലളിത് മോദി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ലളിത് ഹോട്ടൽ എന്ന് പറയുന്നത് നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെയർമാനായിട്ടുള്ള ആള്, ഒരുപാട് ആൾക്കാർ ഈ ഒരു പിന്നെ ജുഡീഷ്യറിന്റെ ഭാഗമായിട്ട് ജഡ്ജസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇതിന് ശേഷം. അപ്പോൾ ഒരുപാട് അലുമിനി നിര SRCCക്ക് സ്വന്തമാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കാണുന്ന പോലെ SRCCന്റെ വെബ്സൈറ്റ് ആണിത്. ഈ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ പ്ലേസ്മെന്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണും. പ്ലേസ്മെന്റിൽ പോകുന്ന സമയത്ത് പ്ലേസ്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് കോർപ്പറേറ്റ് എൻഗേജ്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു PDF കാണാം. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കഴിഞ്ഞ വർഷം മാത്രം ഈ കോളേജിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്നുള്ളതാണ്. അതായത് നോക്കടാ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 40+ കോർപ്പറേറ്റ് ഓപ്പർച്യൂണിറ്റീസ്, 3300 സ്റ്റുഡൻസ് ടോട്ടൽ ഉണ്ടായിരുന്നു. അതിലോട്ട് വരാം. നിങ്ങൾ ഇവിടെ കാണുന്ന സമയത്ത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെന്റർഷിപ്പ് പ്രോഗ്രാംസ്. അതായത് കൺസൾട്ടിങ് മെന്റർഷിപ്പ് പ്രോഗ്രാം, എങ്ങനെയാണ് ഒരു കൺസൾട്ടിങ് കാര്യങ്ങൾ നടത്തേണ്ടത്, അതിന്റെ ബ്രേക്ക് ഡൗൺ കാര്യങ്ങൾ, ഒരു കൊഹോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ്സ് ആണ്. അതായത് നിങ്ങൾ ഒരു ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ഉണ്ടാവും എന്നുള്ളത് വെച്ച്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ 729 സ്റ്റുഡൻസ് ആണ് BCom ഹോണേഴ്സ് ഉള്ളത്. അവർക്ക് മുഴുവനും ഒറ്റ സെഷനായിട്ടല്ല സംഘടിപ്പിക്കുന്നത്. അവരെ ഓരോ ബാച്ചസ് ആയിട്ടാണ് അവിടെ ക്ലാസ്സുകൾ നടക്കുന്നത്. ഏകദേശം 60 പേരുടെ അടുത്ത്. പക്ഷെ 60 പേര് മാത്രമല്ല വരുന്നത്, 60 പേർക്കുള്ള ഒറ്റ ക്ലാസ് ആയാലും കൊഹോർട്ട് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ ഗ്രൂപ്പ് 4-5 പേർക്ക് ഒരു മെന്റർ ഉണ്ടാവും. അതിൻ്റെ അണ്ടറിൽ 5 മെന്റീസ് എന്നുള്ള രീതിക്ക് ആ സ്വഭാവത്തിൽ എങ്ങനെയാണ് കൺസൾട്ടിങ് എന്നുള്ളത് പ്രാക്ടിക്കലി ലേൺ ചെയ്യാനും അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിപ്പിക്കുന്ന കൺസൾട്ടിങ് മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടാവും. അതുപോലെ തന്നെ CV മെന്റർഷിപ്പ് പ്രോഗ്രാം കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എങ്ങനെയായിരിക്കണം നമ്മുടെ CV നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണത് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊഫൈൽ സ്ട്രോങ് ആക്കുക എന്നുള്ള രൂപത്തിലുള്ള CV മെന്റർഷിപ്പ് പ്രോഗ്രാം കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എയ്സ് ദ കേസ് എന്നുള്ള രൂപത്തിൽ ഒരു എയ്സ് ദ കേസ് ഈസ് എ യൂട്യൂബ് സീരീസ് ദാറ്റ് ഓഫേഴ്സ് എ ബിഹൈൻഡ് ദ സീൻസ് ലുക്കിംഗ് അറ്റ് ദ വേൾഡ് ഓഫ് കോർപ്പറേറ്റ് കേസ് കോമ്പറ്റീഷൻ. കോർപ്പറേറ്റ് കേസ് കോമ്പറ്റീഷൻ എങ്ങനെയാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള യൂട്യൂബ് സീരീസ് എക്സ്ക്ലൂസീവ്ലി ഫോർ സ്റ്റുഡൻസിന് കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ACCA, CA, CFA, FRM പോലുള്ള കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് അതിനുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് അതേ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള സ്റ്റുഡൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കാര്യങ്ങൾ കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്റേൺഷിപ്പ് അൺപ്ലഗ്ഡ് എന്നുള്ള രൂപത്തിൽ എങ്ങനെയാണ് ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ ചെയ്യുക, വലിയ കോർപ്പറേറ്റ്സിൽ എങ്ങനെയാണ് കഴിഞ്ഞ വർഷം സ്റ്റുഡൻസിന് കിട്ടിയിട്ടുള്ളത്. അപ്പം ആക്ച്വലി ആ ഒരു ആക്സസ് ആണ് നിങ്ങളുടെ അലുമിനീസിലോട്ടുള്ള നെറ്റ്വർക്കിലോട്ടുള്ള ഒരു ആക്സസും കൂടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാസ്റ്റർ ക്ലാസ്, യൂണിലിവർ പോലെയുള്ള അല്ലെങ്കിൽ ITs പോലെയുള്ള വലിയ ചെയിൻ ഓഫ് മാർക്കറ്റിങ്ങിൽ ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അവർ എങ്ങനെയാണ് അതിൻ്റെ കേസ് സ്റ്റഡീസ്, അവരെങ്ങനെയാണ് ഓരോ ക്യാമ്പയിൻസ് റൺ ചെയ്തത്, അതിൻ്റെ മാർക്കറ്റിംഗ് മാസ്റ്റർ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. പിന്നെ ഓൺട്രപ്രണർഷിപ്പ് ബൂട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോർപ്പറേറ്റ് എൻഗേജ്മെന്റ് പ്രോഗ്രാം മക്കിൻസി ആൻഡ് കമ്പനി, ഏണസ്റ്റ് ആൻഡ് യങ്, ഗാർട്ട്നർ, സെറോദ പോലെയുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, ഡാൽബർഗ്, അതുപോലെ തന്നെ BCG പോലെയുള്ള കമ്പനീസ്
എന്താണ് കോർപ്പറേറ്റ് എൻഗേജ്മെന്റ്സ് ക്യാമ്പസിൽ വന്നിട്ട് സ്റ്റുഡൻസുമായിട്ട് ഡയറക്ട്ലി പ്ലേസ്മെന്റ് സെല്ലുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മക്കിൻസി ആൻഡ് കമ്പനി വന്നിട്ട് എടാ ആരാണ് നിങ്ങൾക്ക് CV ബിൽഡിംഗ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ CV എങ്ങനെയാണ് പ്രൊഫൈൽ എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് പഠിപ്പിച്ചു തരുന്നത് കോർപ്പറേറ്റിലെ ഏറ്റവും വലിയ ഭീമനായിട്ടുള്ള മക്കിൻസി ആൻഡ് കമ്പനിയാണ് നിങ്ങൾക്ക് വന്നിട്ട് പഠിപ്പിച്ചു തരുന്നത്. വേറെ ഏത് കോളേജിലാണ് നിങ്ങൾക്ക് ഇത്രക്കും വലിയൊരു എക്സ്പോഷർ കിട്ടുക, ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ 101 കൺസൾട്ടിങ് എന്നുള്ള രൂപത്തിൽ എങ്ങനെയാണ് കൺസൾട്ടിങ് ചെയ്യുക, അതിൻ്റെ പ്രധാനപ്പെട്ട കീ സർവീസ് ഏരിയാസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന രൂപത്തിൽ 101 കൺസൾട്ടിങ് നടത്തിയിട്ടുണ്ട്. പിന്നെ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് BCG എന്ത് ചെയ്തിട്ടുണ്ട്, 1 BCG 1 SRCC മെനി പാർട്സ് എന്നുള്ള രൂപത്തിൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസിന് മനസ്സിലാവുന്ന രൂപത്തിൽ ഓൾ അബൌട്ട് യു എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് കരിയർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടില്ല, അതുപോലെ തന്നെ സെൽഫ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഡാൽബഗ് ഇൻട്രൊഡക്ഷൻ ടു ഇമ്പാക്ട് കൺസൾട്ടിങ് ആൻഡ് കേസ് സോൾവിങ്. അപ്പോൾ കേസ് സോൾവിങ്ങിലും അല്ലെങ്കിൽ കേസ് കോമ്പറ്റീഷനിലും അതുപോലെ തന്നെ കൺസൾട്ടിങ്ങിലും ചെയ്യേണ്ടുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏണസ്റ്റ് ആൻഡ് യങ് EY എന്ത് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് ജെൻ കരിയർ ഡയലോഗ് എൻക്ലേവ് എന്നുള്ള രൂപത്തിൽ കരിയർ റിലേറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് കരിയർ പാത്ത് സെറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗാർട്ട്നർ വന്നിട്ട് ലീഡർഷിപ്പ് ടോക്ക് സീരീസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. സെറോദ വന്നിട്ട് പേഴ്സണൽ ഫൈനാൻസ് വെബിനാർ, അതായത് നിങ്ങളൊരു ഏത് കോഴ്സ് എടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ അവിടെ പേഴ്സണൽ ഫൈനാൻസ് മാനേജ് ചെയ്യുക. നിങ്ങൾ വലിയ കമ്പനിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷും ഒരുപാട് കാറും അല്ലെങ്കിൽ ആ ഒരു സമ്പത്തും വെൽത്തും കാര്യങ്ങളുണ്ടാവും. അപ്പം വരുമാനം, എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ സേവിങ്സ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേഴ്സണൽ ഫൈനാൻസ് അങ്ങനെയുള്ള ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറോദയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വെബിനാറും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അതുപോലെ ഫെലോഷിപ്സും കോമ്പറ്റീഷനും BCGയും അതുപോലെ തന്നെ EYയും ബെയിൻ ആൻഡ് കമ്പനിയും ഫിൻസ്പെയർ ഫെലോഷിപ്പും ട്രൂ നോർത്ത് സ്കോളർഷിപ്പ് അക്സെഞ്ചർ സ്ട്രാറ്റജി കണക്ട് AB ഇൻബേവ് അതുപോലെ തന്നെ കേസ് കോസ്റ്റ് എന്നുള്ള രൂപത്തിൽ ഇതേപോലെ ഫെലോഷിപ്സും കോമ്പറ്റീഷൻസും സ്റ്റുഡൻസിന് വേണ്ടി കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റു ഫെലോഷിപ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ അവർ വേ ഹെഡ് എന്നുള്ള രൂപത്തിൽ അവരുടെ കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജിൽ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. നിങ്ങൾ +2 കൊമേഴ്സ് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ നല്ല ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ CUT എക്സാം വൃത്തിയായിട്ടും കൃത്യമായിട്ടും എഴുതുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ SRCC പഠിക്കാൻ ആഗ്രഹിക്കുന്ന സീരിയസ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ വി ആർ റെഡി ഫോർ ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ CUTൻ്റെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇവിടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും. എക്സ്പേർട്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സസ് എടുക്കുന്നത്. പേഴ്സണൽ മെൻറ്റേഴ്സും ക്ലാസ് നോട്ട്സും വാല്യൂ ആഡഡ് നോട്ട്സും ഉണ്ടാവും. പ്രാക്ടീസ് ടെസ്റ്റും മോക്ക് ടെസ്റ്റും PYQസും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ മുതൽ അഡ്മിഷൻ വരെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും അസിസ്റ്റൻസും ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാണെങ്കിൽ 50% ഓഫറും കൂടെ അവൈലബിൾ ആണ്. സോ ഈ ഒരു നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ 7909228688 ഇത് വാട്സപ്പിലോട്ട് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. സോ നിങ്ങൾ എന്തായാലും ഒരു അടുത്ത 4 വർഷത്തിന് ശേഷം ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇൻസ്പയർഡ് ആവും എന്നുള്ളത് ഞാൻ കരുതുകയാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത്തരം കോളേജിൽ എത്തിപ്പെട്ടിട്ട് നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുകയോ പറ്റും എന്നുള്ള രീതിക്ക് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് സക്സസ്. ഓൾ ദ ബെസ്റ്റ്.